ഈ ഒരു റെസിപ്പിയെ എൻ്റെ ഉമ്മാൻ്റെ പ്രിയപ്പെട്ടൊരു ഫ്രണ്ട് ഉണ്ട് ഷെയ്ബാത്ത. അവരാണ് കേട്ടോ ഞങ്ങൾക്കിത് പറഞ്ഞു തന്നത്. ഷെയ്ബാത്ത എപ്പോഴും കാട ഉണ്ടാക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ഉണ്ടാക്കാറുള്ളൂ. കാരണം ഈ പൊരിച്ച കാടയൊക്കെ കുറച്ച് ഹാർഡായിട്ടാണല്ലേ എപ്പോഴും നമുക്ക് ഉണ്ടാകുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫ്ലഷാണ് ഇതിനെ ഉണ്ടാവുക. അപ്പോഴേ ഒരു വട്ടം നിങ്ങളൊന്നും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. ഞാനിവിടെ ഒരു 20 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 4 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 2-3 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഉമ്മച്ചി ഇവിടെ എപ്പോഴും പേസ്റ്റാക്കി വെക്കാറുണ്ട്. ഞാൻ അതിൽ നിന്ന് അങ്ങ് എടുത്തിടുകയാണ്. നിങ്ങളാണെങ്കിൽ അത് നോക്കിയിട്ട് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ 2 ടീസ്പൂൺ വീതമാണ് കേട്ടോ പേസ്റ്റ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇതിലേക്ക് ആദ്യം തന്നെ വിനാഗിരി ചേർത്തിട്ട് അരക്കാട്ടോ. ഞാൻ മറന്നത് കൊണ്ടാണ് വീണ്ടും ഞാൻ ഇത് ചേർത്തിട്ട് അരച്ചെടുക്കുന്നത്. 2 ടേബിൾ സ്പൂണാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഈ കാട നന്നായിട്ട് വൃത്തിയാക്കിയത് കുക്കറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അരച്ച പേസ്റ്റ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂണോളം പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് കളറ് കിട്ടണമെങ്കിൽ കാശ്മീരി ചില്ലിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ആദ്യം നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. ഇത് സ്റ്റീലിൻ്റെ കുക്കറാണ്, അതുകൊണ്ട് ഇത്തിരി വെള്ളം നമുക്കിതിലേക്ക് ആവശ്യം വരും. ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും കേട്ടോ. അതുകൊണ്ട് ഒരു 4 ടേബിൾ സ്പൂണോളം വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിത് അടച്ചിട്ട് 1-2 വിസിൽ കൊടുത്തിട്ട് വേവിക്കാം കേട്ടോ. പിന്നെ കാടയുടെ മൂപ്പിനനുസരിച്ചിട്ടാണ് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് തന്നെ ചെയ്യുക. ചെറിയ കാടയാണെങ്കിൽ 1 വിസിൽ തന്നെ മതിയാവും കേട്ടോ. അല്ല കുറച്ച് മൂത്തതാണെങ്കിൽ 2 വിസിലൊക്കെ കൊടുക്കാം. എന്നിട്ട് നമ്മളത് കുക്കർ തുറന്നതിന് ശേഷം അതിലെ കാട മാത്രം എടുത്തിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഞാൻ വെളിച്ചെണ്ണയിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 2 ഭാഗം ജസ്റ്റ് ഒന്ന് ആയി കിട്ടുന്ന രീതിക്ക് അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. അതിൽ കുറച്ച് വെള്ളം കൂടെ ഉണ്ട് നമ്മുടെ കുക്കറിൽ. അപ്പോൾ ഇനി അതാണ് നമ്മുടെ ഗ്രേവി ആക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ കാട ഒന്ന് ഫ്രൈ ആയതിനു ശേഷം അതൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. ഒരുപാടിട്ട് ഫ്രൈ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ആയി കിട്ടിയാൽ മതി. ഇനി നമുക്ക് ഇതേ ചട്ടിയിലേക്ക് തന്നെ കുറച്ച് കറിവേപ്പിലും കൂടെ ഇടുക. ഒരു 4 തണ്ടൊക്കെ എടുത്തോളൂ കേട്ടോ. വെളിച്ചെണ്ണ ഇല്ലെങ്കിലേ നിങ്ങൾ കുറച്ച് ഒഴിച്ചിട്ടാണ് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നേരത്തെ ആ കുക്കറിൽ ബാക്കി ഉണ്ടായിരുന്ന ഗ്രേവി ഉണ്ടല്ലോ അത് നമ്മൾ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇതിലേ കുറച്ച് ഞാൻ കളറ് ചേർത്തിട്ടുണ്ട്. അത് വീഡിയോയുടെ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളിത് വീട്ടിൽ ചെയ്യുമ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കാശ്മീരി ചില്ലി എടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ കളർ കിട്ടും. എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ കാടയെ ഈ ഗ്രേവിയിൽ നല്ല പോലെ അങ്ങ് പൊതിഞ്ഞെടുക്കണം. ഇതിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് നല്ല പോലെ അങ്ങ് പൊതിഞ്ഞെടുക്കുക എന്ന് മാത്രമല്ല, ഇത് നല്ല പോലെ ഇതിലേക്ക് പിടിച്ച് വരണം കേട്ടോ. ആ ഒരു പരുവത്തിൽ ആവുന്നവരെ നമ്മളിതിങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ച് വെക്കണേ. ഒരു 1-2 മിനിറ്റ് മാത്രം ഒന്ന് അടച്ച് വെക്കുക ചെറിയ തീയിൽ കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. ഇനി കാടക്കോഴി കിട്ടുന്ന സമയത്ത് ഈ ഫ്രൈ ചെയ്ത് കഴിക്കാണ്ട് ഇതുപോലെ ഒന്ന് കഴിച്ച് നോക്കേണ്ടി കേട്ടോ. ഇതിൻ്റെ ആ ഇറച്ചിയൊക്കെ ഉണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതിപ്പോൾ നല്ല ചൂടുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് പിടിക്കാൻ തന്നെ പറ്റാത്തത്. അപ്പോൾ എങ്ങനെയാണ് ഇനി കാട കിട്ടുന്ന സമയത്ത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാലേ ഷെയർ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും. അങ്ങനെ ഉള്ളവരാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.